അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. കരുണക്കടലായ പടച്ചവൻ നാം ഓരോരുത്തരും പിടിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പുകൾ, കൊടുക്കുന്ന സ്വതക്കകൾ, നിർവഹിക്കുന്ന തറാവീഹ് ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 10ാമത്തെ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിനെ 3ആയിട്ട് തിരിച്ചത് നമുക്കറിയാം. അതിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തിൻ്റെ, അനുഗ്രഹങ്ങളുടെ, കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങളായിട്ടാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത്. അവ്വലുഹു റഹ്മ. ആ 10 ദിവസങ്ങളിൽ അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ വർഷത്തെ കാരുണ്യത്തിൻ്റെ റമളാനിലെ 10 ദിവസങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബിൻ്റെ ബാങ്കോടുകൂടി നാമൊക്കെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദുആ മാറി മഗ്ഫിറത്തിൻ്റെ 10ലോട്ട് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ. റഹ്മത്തിൻ്റെ ദിനരാത്രങ്ങൾ അല്ലാഹുവിൽ നിന്നും കാരുണ്യം യഥാവിധി വാങ്ങിയെടുത്തവരിൽ പടച്ചവൻ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അങ്ങനെയാണ്. കഴിഞ്ഞുപോയ സമയം തീർന്നുപോയി. ഇപ്പോൾ ഉള്ള കാലം നമുക്കുള്ളതാണ്. ഇനിയൊരു കാലം വരാനുണ്ട്. അന്ന് നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് 10 ദിവസങ്ങളിലെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുവാൻ വേണ്ടി നാം ഓരോരുത്തരും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ മാലിക്കുദ്ദീൻ റഹിമഹുല്ലാ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചം ഇന്ത്യ മഹാരാജ്യത്തേക്ക്, കേരളത്തിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് മാലിക്കുദ്ദീൻ റഹിമഹുല്ലാ. അദ്ദേഹം എപ്പോഴും പൊട്ടി കരയുമായിരുന്നു. ആളുകൾ അദ്ദേഹത്തിൻ്റെ കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ധാരാളം അമലുകൾ ചെയ്തില്ല എന്നോർത്ത് എനിക്ക് സങ്കടമില്ല. ഒരുപാട് അമലുകളുടെ കൂമ്പാരം നിർമ്മിച്ചെടുത്തില്ല എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. മറിച്ച് ഞാൻ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിച്ചോ എന്ന വിഷയത്തിലാണ് എൻ്റെ ദുഃഖം, സങ്കടം, വിഷമം എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. നമ്മളും അങ്ങനെയൊരു സ്ഥിതിയിലൂടെയാണ് ഇന്നത്തെ പ്രഭാതത്തോടു കൂടി കടന്നു പോകേണ്ടത്. 10 ദിവസങ്ങളിൽ നമ്മൾ പല അമലുകളും ചെയ്തു. പലപ്പോഴും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ധാരാളം സ്വതക്കകൾ ചെയ്തു. തറാവീഹ് ഉൾപ്പെടെ ധാരാളം നിസ്കാരങ്ങൾ നിർവഹിച്ചു. തസ്ബീഹുകളൊക്കെ ചൊല്ലി. ഈ അമലുകളെല്ലാം പടച്ചവൻ നമ്മൾ നിന്ന് സ്വീകരിച്ചോ എന്ന് ആത്മഗതം ചെയ്യേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, മഗ്ഫിറത്തിൻ്റെ 10 ഇന്നത്തെ മഗ്‌രിബോടുകൂടി ആരംഭിക്കുകയാണ്. മഗ്ഫിറത്ത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം മഗ്ഫിറത്തില്ലാതെ, പാപമോചനമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ കരുണ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഗ്ഫിറത്താണ്. ഇതൊരു ചെയിനാണ്. കാരുണ്യം നേടിയവർക്കാണ് അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് നേടുവാൻ കഴിയുകയുള്ളൂ. കാരുണ്യത്തിൻ്റെ തന്നെ മറ്റൊരു വശമാണ് മഗ്ഫിറത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരുണ്യമുള്ളവർക്കേ മഗ്ഫിറത്ത് കിട്ടൂ. മഗ്ഫിറത്ത് ലഭിച്ചവർക്കാണ് നരകമോചനം ഉണ്ടാവുക. ഇതെല്ലാം പരസ്പരം പൂരകങ്ങളായ, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ചെയിനിലെ കണ്ണികൾ തന്നെയാണ്. പേരുകൾ മാറുന്നുവെന്ന് മാത്രം. മഗ്ഫിറത്ത് അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഗ്ഫിറത്തില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനേറെ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 100 പ്രാവശ്യം മഗ്ഫിറത്തിനെ തേടുമായിരുന്നു.
അള്ളാഹു നബിതങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതെന്താണ്? ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുത്തിമ്മ നിഅമതഹു വയഹ്ദിയക. നബിയെ, അങ്ങ് മുൻപ് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങയുടെ ജീവിതാവസാനം വരെ അങ്ങ് എന്തെങ്കിലും പാപങ്ങൾ ചെയ്താൽ പോലും ലിയഗ്ഫിറ ലകല്ലാഹു, അള്ളാഹു അങ്ങയ്ക്കതെല്ലാം മാപ്പാക്കി തന്നു, അതെല്ലാം അള്ളാഹു അങ്ങയ്ക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദിവസവും 100 പ്രാവശ്യം മഗ്ഫിറത്തിനെ തേടുമായിരുന്നു എന്ന് പറയുന്നിടത്തും പഠിക്കുന്നിടത്തുമാണ് മഗ്ഫിറത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നാം ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. ധാരാളം പാപങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എത്രത്തോളം പാപങ്ങളെന്ന് വെച്ചാൽ, നാം ചെയ്ത ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ അള്ളാഹു പരസ്യപ്പെടുത്തുമായിരുന്നുവെങ്കിൽ ആരും അറിയാതെ രാവിൻ്റെ ഇരുട്ടിലും പകലിൻ്റെ വെളിച്ചത്തിലും ഒറ്റയ്ക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നാം ഒക്കെ ചെയ്ത ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ പടച്ചവൻ പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അഭിമാനത്തോടെ അന്തസ്സോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. നാം ചെയ്ത പല പാപങ്ങളും പടച്ചവൻ പരസ്യപ്പെടുത്താതെ അതെല്ലാം രഹസ്യമാക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് അന്തസ്സോടുകൂടി 4 ആളിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയുന്നത്. എന്നാൽ ഇതിനേക്കാൾ വിശാലമായ വിസ്തൃതിയുള്ള ഒരു ലോകം വരാനുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചെറിയ ലോകത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളെ മാത്രമാണ് നമുക്ക് പേടിക്കേണ്ടതെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വലിയ ലോകം നാം കടക്കേണ്ടവരാണ്, കടമ്പ വീട്ടേണ്ടവരാണ്. ആ ദിവസം എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിരിക്കും. നാം ചെയ്ത സകല പാപങ്ങളും അള്ളാഹു വന്ന് പരസ്യപ്പെടുത്തും. എങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത്? സൂറത്തുൽ കഹ്ഫ് പഠിപ്പിക്കുകയാണ്. ഹാലിറ, ജീവിതകാലത്ത് പ്രായപൂർത്തിയെത്തി മരണം വരെ ചെയ്ത മുഴുവൻ അമലുകളും ഒരു ലൈവ് സ്ക്രീനിലൂടെ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്ത സകല പാപങ്ങളും പടച്ചവനെന്ന് പ്രദർശിപ്പിക്കുമത്രേ ഖുർആൻ. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, നമ്മുടെ ഭാര്യമാരുണ്ടാകും, നമ്മൾ നല്ലവരാണെന്ന് ഭാവിച്ച മുഴുവൻ ആളുകളും അവിടെ ഉണ്ടാകും. ഈ സമയത്തെങ്ങാനും പടച്ചവൻ നമ്മുടെ പാപങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി 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 പറഞ്ഞ് ഈ ആളുകളുടെ മുമ്പിലെങ്ങാനും അതെല്ലാം വെളിവാക്കി കഴിഞ്ഞാൽ മഹ്ശറയിൽ നമ്മുടെ അവസ്ഥ എന്താണ്, ഹാൽ എന്താണ്? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഗ്ഫിറത്ത് നേടുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിലും പ്രധാനപ്പെട്ടതാണ് റമളാനിൻ്റെ മഗ്ഫിറത്ത്. എപ്പോൾ പാപമോചനം തേടിയാലും അള്ളാഹു അതൊക്കെ പുറത്തു തരും. പിന്നെ എന്തിനാണ് റമളാനിൽ മാത്രം അള്ളാഹു 10 ദിവസത്തേക്ക് മഗ്ഫിറത്തായി നിശ്ചയിച്ചിരിക്കുന്നത്? അപ്പോൾ റമളാനിലെ മഗ്ഫിറത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് റമളാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ പ്രത്യേകത? റമളാനിൽ ഒരാൾക്ക് മഗ്ഫിറത്ത് നേടിയാൽ അയാളുടെ കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് അയാൾ ചെയ്ത പാപങ്ങൾ തന്നെ അള്ളാഹു മായ്ച്ചു കളയും. മറ്റുള്ള സമയങ്ങളിൽ നാം ചെയ്യുന്ന പാപമോചനം അള്ളാഹു നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തും. ഇയാൾ ഇന്ന തെറ്റ് ചെയ്തു, അതിവൻ മഗ്ഫിറത്ത് നേടിയപ്പോൾ, പാപമോചനം തേടിയപ്പോൾ ഞാൻ പുറത്തു കൊടുത്തു. അപ്പോഴും ആ തെറ്റെന്താണെന്ന് നമ്മുടെ കിതാബിലുണ്ട്. എന്നാൽ റമളാനിലെ മഗ്ഫിറത്ത് ഒരാൾക്ക് നേടിയാൽ നാം ചെയ്ത പാപം എന്താണെന്ന് അവിടെ എഴുതുകയില്ല. ഇയാൾക്ക് മഗ്ഫിറത്ത് ലഭിച്ചു, എന്താണ് ഇയാൾ ചെയ്ത പാപമെന്ന് അള്ളാഹു എഴുതില്ല എന്നു മാത്രമല്ല, ചെയ്ത പാപത്തിന് പകരമായി പ്രതിഫലവും കൂടി കിട്ടും. എപ്പോൾ? പാപം ചെയ്യുമ്പോഴല്ല, പാപം ചെയ്ത് പശ്ചാത്തപിക്കുമ്പോൾ ആ പശ്ചാത്താപത്തിൻ്റെ കാരണമായിട്ട് ചെയ്ത പാപത്തിന് പകരം നന്മയായിരിക്കും അവിടെ വരിക. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അള്ളാഹു നിങ്ങളുടെ തിന്മകളെ, പാപങ്ങളെ, തെറ്റുകളെ, കുറ്റങ്ങളെ നന്മകളായിട്ട് മറിക്കുന്ന ഒരു ദിവസം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ആ പാപങ്ങളിൽ നിന്നും പാപമോചനം ഇപ്രകാരം നേടേണ്ടത് ഈ വരുന്ന 10 ദിവസങ്ങളാണ്.
ജീവിതത്തിൽ പലപ്പോഴും പ്രാരാബ്ധങ്ങളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ, മക്കളെ വളർത്താനുള്ള പ്രയാസങ്ങളുടെ നടുവിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ബാങ്കുമായും പലിശയുമായും മറ്റു തരത്തിലുള്ള ചെയ്യാൻ ഇസ്ലാം ഹറാമാക്കിയ പല സംഗതികളിലും നമ്മളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകും. അത്തരം പാപങ്ങളൊക്കെ നമ്മുടെ ഇടയിലുള്ളപ്പോൾ തന്നെ അതെല്ലാം പുറത്തു മാപ്പാക്കി വിശുദ്ധന്മാരും വിശുദ്ധകളുമാക്കുന്ന 10 ദിവസങ്ങളാണ് കടന്നു വരുന്നത്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം നാം ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ഏറ്റവും അധികം അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണേ. നീ ലോകരക്ഷിതാവാണ്, ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന സംരക്ഷിതാവാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ സകല പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണേ എന്ന് അർത്ഥം വരുന്ന അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദുആ ഈ 10 ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ ചൊല്ലണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങൾ മഗ്ഫിറത്ത് നേടിയെടുക്കാനുള്ള ദിവസങ്ങളായിരിക്കണം. ഈ 10 ദിവസങ്ങളെ കൊണ്ട് ജീവിതത്തിൽ നാം ചെയ്ത മുഴുവൻ തെറ്റുകളും പൊറുക്കപ്പെടാനുള്ള സന്ദർഭങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കണം. ഏത് സമയത്തും ഇത്തരം ദുആക്കൾ നമ്മുടെ നാവിലൂടെ തത്തിക്കളിക്കുന്നതാകണം. അപ്പോൾ മാത്രമാണ് ഈ 10 ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന മഗ്ഫിറത്ത് ലഭിക്കുകയുള്ളൂ. എത്ര വലിയ കൊടിയ പാപിക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസങ്ങളാണ് റമളാനിൻ്റെ 2ാമത്തെ പകുതിയായി ഔസത്തുഹു മഗ്ഫിറ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച ഈ 10 ദിവസങ്ങൾ. എത്ര വലിയ കൊടിയ പാപിക്കും. നോക്കൂ, വഹ്ഷി എത്ര വലിയ ക്രൂരനായിരുന്നു, എത്ര വലിയ കൊലപാതകിയായിരുന്നു. ഇസ്ലാമിൻ്റെ വീരസിംഹമായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ് കീറി കുടൽമാലകൾ പുറത്തിട്ട് കരൾ ചവച്ചു തുപ്പുവാൻ ഹിന്ദിന് സൗകര്യമേർപ്പെടുത്തി കൊടുത്ത ആളാണ് വഹ്ഷി. അവസാനം വഹ്ഷിക്ക് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ആഗ്രഹം. പക്ഷേ വഹ്ഷിയുടെ മുമ്പിൽ ധാരാളം പ്രതിബന്ധങ്ങൾ അയാൾ സൃഷ്ടിക്കുകയാണ്. അയാൾ കള്ളു കുടിക്കുമായിരുന്നു, പെണ്ണ് പിടിക്കുമായിരുന്നു. എനിക്ക് പുറത്തു തരുമോ? അയാൾ ചെയ്ത ഓരോ തെറ്റുകളും അയാൾ എടുത്തെടുത്ത് പറഞ്ഞ് ഇതിനൊക്കെ എനിക്ക് മഗ്ഫിറത്ത് ലഭിക്കുമോ എന്ന് ചോദിച്ചു. ഇത്രയും വലിയ ക്രൂര മനസ്സിൻ്റെയും ക്രൂരകൃത്യത്തിൻ്റെയും ഉടമയായ വഹ്ഷിയോട് പോലും ഖുർആൻ പറഞ്ഞു, യാ ഇബാദിയല്ലദീന അസ്റഫു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചവർ, സ്വന്തം ശരീരങ്ങളെ നരകത്തിലേക്ക് ഇടുന്ന രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവർ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അവരാരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിഞ്ഞവരാകണ്ട, നിരാശരായി പോകണ്ട, അവർക്കും പടച്ചവൻ പുറത്തു കൊടുക്കുമെന്ന് വഹ്ഷി റളിയല്ലാഹു അൻഹു എന്ന മർത്തബയിലേക്ക് ഉയർത്തുന്ന സമയത്ത് അള്ളാഹു ഇറക്കിയ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ചെയ്ത ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, ആരും അറിയാതെ ചെയ്ത പാപങ്ങൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നാം ചെയ്ത പാപങ്ങളിൽ നമുക്കൊരു ആത്മാർത്ഥമായ പശ്ചാത്താപമുണ്ടായാൽ അള്ളാഹു നമ്മളോടും പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്ന് നിങ്ങൾക്ക് പടച്ചവൻ്റെ റഹ്മത്ത് കിട്ടുമെന്നതിൽ നിങ്ങളും നിരാശപ്പെടേണ്ടതില്ല. അതുകൊണ്ട് വരുന്ന 10 ദിവസങ്ങൾ അത്തരം കാര്യങ്ങൾക്കായിട്ട് നാം മാറ്റിവെക്കണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.